അവലോകന യോഗമാണ്. ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ അവലോകന യോഗമുണ്ട്. തീർത്ഥാടന കാലത്തിന്റെ തുടക്കത്തിലുണ്ടായ പാളിച്ചയും സ്വീകരിക്കേണ്ട തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് 5000-ൽ ഒതുക്കിയ സ്പോട്ട് ബുക്കിംഗ് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, രണ്ട് കാര്യങ്ങൾ അറിയണം. എപ്പോഴാണ് ഈ അവലോകന യോഗം ചേരാൻ പോകുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഇപ്പോഴുള്ള 5000 എന്ന പരിധിയിൽ നിന്ന് അത് കൂട്ടാനുള്ള സാധ്യതയുണ്ടോ? ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിലാണ് പമ്പയിൽ അവലോകന യോഗം ചേരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ MLA-മാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ കോന്നി MLA KU ജനീഷ് കുമാർ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നതിലുപരി തിരക്ക് വളരെ കുറവ് എന്ന് തന്നെ ഇപ്പോൾ സന്നിധാനത്ത് നിന്നും നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ 5000 എന്നുള്ളത് പരിധി ഉയർത്തിക്കൂടെ എന്നൊരു അഭിപ്രായം കൂടി വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അതായത് സന്നിധാനത്തെ തിരക്കുകൾ പരിഗണിച്ചുകൊണ്ട് പമ്പയിൽ നിന്നും എത്ര പേരാണ് സന്നിധാനത്തേക്ക് കയറി പോകുന്നത്, തിരക്കിന്റെ കാര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് 5000 എന്നുള്ളത് വേണമെങ്കിൽ കൂട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോഴാണെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം വഴി ദർശനം നടത്താനുള്ള ഒരു അവസരം കിട്ടും. ഓക്കെ പ്രവീൺ, തുടരാമെന്നാണ്. ചെറിയൊരു ശബ്ദ തടസ്സം ഉണ്ടായിരുന്നു. തുടരാം. അരുൺ, പ്രധാനമായും ഈ അവലോകന യോഗം ഇന്ന് ചേരുന്നത് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു. പിന്നീട് അത് നിയന്ത്രണ വിധേയമാവുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഈ മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ, തുടർന്ന് മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങുമ്പോഴൊക്കെ കൂടുതൽ തിരക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കണം, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും ഈ അവലോകന യോഗം വിലയിരുത്തുക. എല്ലാ വകുപ്പുകളുടെയും വകുപ്പ് മേധാവികളാണ്. ഓക്കെ, ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട്. പ്രേക്ഷക സന്നിധാനത്ത് നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും അവലോകന യോഗത്തിൽ പങ്കുചേരുന്നുണ്ട്.